നമസ്കാരം. ഇന്നത്തെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊടുകുറി ഫലങ്ങൾ പ്രവചിക്കാനായിട്ട് 2 നാണയങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് വെള്ളി നാണയവും രണ്ടാമത്തേത് സ്വർണ്ണ നാണയവുമാണ്. ഈ പ്രാവശ്യം നമ്മൾ ഇവിടെ ഈ നാണയങ്ങൾ തൊടുകുറിയായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഏകദേശം ഒരു 99% നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് പ്രവചിക്കുവാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് അവസ്ഥയും അത് ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നതുമാണ്. ഈ പ്രസന്റ് അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ അത് സത്യസന്ധമാണെങ്കിൽ നിങ്ങളുടെ ഭാവി കാര്യങ്ങളും ഞാൻ പറയാൻ പോകുന്നത് കൃത്യമാണെന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ശരി, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം അത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന 2 നാണയങ്ങളിൽ നിന്ന് ഒരു നാണയമോ അല്ലെങ്കിൽ ആ ഒരു നാണയത്തോട് ചേർത്ത് എഴുതിയിരിക്കുന്ന നമ്പറോ നിങ്ങൾ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത പരിപാടിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ അഥവാ ദേവതയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു നാണയം ഒന്ന് തിരഞ്ഞെടുക്കുക. അതിപ്പോൾ സ്വർണ്ണ നാണയമാകാം, അതല്ല എങ്കിൽ വെള്ളി നാണയമാകാം. ഏതുമാവട്ടെ, ആ ഒരു നാണയം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ 5 സെക്കൻഡ് സമയം നിങ്ങൾക്ക് 5 സെക്കൻഡ് സമയം എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറഞ്ഞ ആ ഒരു നാണയം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ആദ്യമായി വെള്ളി നാണയം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തൊടുകുറി ഫലം പറയുവാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, ജീവിതത്തിൽ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവുമുണ്ട്. അതുപോലെ തന്നെ ഒരു ഇറക്കമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷം ഒരു കയറ്റവും ഉള്ളതാണ്. ഈ പറഞ്ഞത് പൊതുവെ എല്ലാവർക്കും ബാധകമാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കയറുവാൻ തുടങ്ങുകയാണ്. അതിന്റെ ഒക്കെ സൂചന നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും. അതായത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നതിലും തെറ്റില്ല. കാരണം തൊടുകുറി ഫലത്തിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതിവിടെ ഉറപ്പിച്ചു പറയാൻ കാരണം ഇതിൽ കൂടുതൽ നിങ്ങൾ താഴേക്ക് പോകാനില്ല. വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലൂടെയാണ്. ഇതിലൂടെ തൊടുകുറി ഗണിതങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ നിങ്ങൾക്ക് തുണയായത് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സ് നൊന്നുള്ള ആ പ്രാർത്ഥന തന്നെയാണ് ദൈവം കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് താഴേക്ക് പോകാനില്ല, നിങ്ങൾ പരമാവധി താഴെ തന്നെയാണ് നിൽക്കുന്നത്. പറയാൻ കാരണം, അപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് സഹായം ചെറുതായിട്ട് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും അനുഭവം എന്നോണം കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇനി നിങ്ങൾക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഴ്ചയെ പറ്റി ഒന്ന് പറയാം. അതായത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആരുടെയും തകർച്ച ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ചിലർ നിങ്ങളുടെ വീഴ്ച ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ ചിലർ ഇന്നിവിടെ സൂചിപ്പിച്ച ആ ചിലർ അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ്. അത് നിങ്ങൾക്കും അറിയാവുന്നതാണ്. അതായത് സുഹൃത്ത് ബന്ധത്തിൽ ആകാം, അതല്ല എങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ ഇടയിലും ആകാവുന്നതാണ്. ഇവരുടെ ഉപദ്രവം പരിദൂഷണത്തിന്റെയും കുത്തിത്തിരിപ്പിന്റെയും വഞ്ചനയുടെയും രൂപത്തിൽ നിങ്ങളെ ഒളിഞ്ഞു നിന്ന് ആക്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് പരോക്ഷമായി തന്നെ തുടരുന്നുമുണ്ട്. പക്ഷേ നിങ്ങളുടെ മുൻപിൽ അവർ മര്യാദക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റ ക്ഷീണം അത് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നഷ്ടങ്ങൾക്ക് ഒക്കെ കാരണമായിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നെല്ലാം നിങ്ങൾ ഇനി മുതൽ കരകയറുവാൻ പോവുകയാണ്. വെറും 1.5 മാസത്തിനുള്ളിൽ, അതായത് 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് മുഴുവനായിട്ട് നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും ഭാഗികമായിട്ടെങ്കിലും അത് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് മുഴുവനായിട്ട് നടന്നു കിട്ടാത്തത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ പ്രവർത്തന മികവ് എങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രമേ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വന്നു കിട്ടുകയുള്ളൂ. എന്നാലും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം പോലെ തന്നെ ആ കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള വളരെ വലിയ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ അവസാനമായിട്ട് നിങ്ങൾക്ക് തരുവാനുള്ള ഒരു നിർദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരല്പം വ്യത്യാസം നിങ്ങൾ മനഃപൂർവ്വം വരുത്തേണ്ടതിരിക്കുന്നു. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയുള്ളൂ. അതായത് നിങ്ങൾ ആരുടെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കുവാൻ പോകുന്നില്ല. അതിൽ നിങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല.
എന്നാൽ മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു ചാഞ്ഞ മരമാണല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ, അതായത് നിങ്ങളൊരു ചാഞ്ഞ മരമാണ് എന്ന് തന്നെയാണ് അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ആ ചാഞ്ഞ മരത്തിലേക്ക് ഓടിക്കയറുവാൻ അവർ അത്യുത്സാഹം കാണിക്കുന്നുമുണ്ട്. ഇതെപ്പോഴുമല്ല, ഇടയ്ക്കിടയ്ക്ക് അവർ ആ യോജിച്ച അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അവർ ആ അവസരം വിനിയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കള്ള നാണയങ്ങളെ നിങ്ങൾ തിരിച്ചറിയുകയും അവരിൽ നിന്നും എല്ലാ കാര്യങ്ങളിലും ശത്രുതകളിൽ നിന്നും എല്ലാം ഒന്ന് ദൂരം പാലിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പായാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇത് മാത്രമാണ് ഒന്നാമത്തെ നാണയങ്ങൾ, അതായത് സിൽവർ കോയിനിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലം പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഗോൾഡ് കോയിൻ മനസ്സിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് തൊടുകുറി ഫലം പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്, അതായത് നിങ്ങളുടെ എല്ലാം ഫസ്റ്റ് ഇംപ്രഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ആ ഒരു ഉറച്ച മനസ്സുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ. ഇത് ഇവിടെ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുമാത്രവുമല്ല, അതിൻ്റെ ആ ഒരു ഉത്തമ ഉദാഹരണം ആയിട്ട് തന്നെ, അതായത് ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ടൊക്കെയാണ് നിങ്ങളിവിടെ സ്വർണത്തിൻ്റേത് നാണയത്തിലേക്ക് തന്നെ പിടിക്കുവാനുള്ള ആ കാരണം. അതുമാത്രവുമല്ല, ഈ അല്പം വൈകിയാലും ഒരു നല്ല കാലം വരാനിരിക്കുവാനുള്ള ഒരു ശുഭ വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എവിടെ പോയാലും രക്ഷപ്പെടും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ കഴിഞ്ഞ കാലയളവിൽ വരവ് ചിലവുകളിൽ വേണ്ടത്ര നിയന്ത്രണം കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ കുറച്ച് കടബാധ്യതകൾ നിങ്ങൾക്ക് വന്നുകൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചിലർ എടുത്തു ചാടി തീരുമാനമെടുത്ത് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അല്പം ചില നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ നഷ്ടങ്ങളെല്ലാം നിങ്ങൾ ഈ വരുത്തി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഈ വരുന്ന, അതായത് ഈ വർഷത്തിനുള്ളിൽ തന്നെ തിരികെ പിടിക്കുന്നതുമാണ്. അതുകൂടി വന്നാൽ 2-2.5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ അധ്വാനം കൊണ്ട് തന്നെ നിങ്ങൾ അത് പൂർണ്ണമായിട്ടും തിരികെ പിടിക്കുന്നതുമാണ്. നിങ്ങൾ ഇവിടെ കരുതിയിരിക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാണുന്നത് നിങ്ങളുടെ സ്വസിദ്ധമായിട്ടുള്ള കഴിവാണ്. പോയത് പോട്ടെ, വീണ്ടും പരിശ്രമിക്കാം എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അത് അധികം ആർക്കും കാണാത്ത ഒരു പ്രത്യേകത തന്നെയാണ്. എന്നാൽ നിങ്ങളെ വീക്ഷിക്കുന്ന ചില ആളുകൾക്ക് നിങ്ങളുടെ ഈ ഒരു കഴിവിനോട് അസൂയയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നന്നാവുന്നത് അവർക്ക് അത്ര രസിക്കുന്നില്ല. അങ്ങനെയുള്ള അസൂയക്കാരിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രമായി നിൽക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവർ ചെയ്ത കുറ്റം കൂടി നിങ്ങളുടെ തലയിലേക്ക് അവർ വെച്ചു തരുന്നതുമാണ്. ഇത് പറയാൻ കാരണം ഏത് വിധേനയും നിങ്ങളെ പരാജയപ്പെടുത്തുക എന്നൊരു ചിന്ത മാത്രം വെച്ചാണ് അവരുടെ ലക്ഷ്യം അവർ കൊണ്ടു നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റാർക്കെങ്കിലും പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളോ കടം കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് തിരികെ ആ രീതിയിൽ തന്നെ കിട്ടും. അല്ല എങ്കിൽ ആ കടം മേടിച്ച വ്യക്തിക്ക് അത് നിങ്ങൾക്ക് തിരിച്ചു തരുവാനുള്ള ശേഷിയുമുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ പണം കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു പണം ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതല്ല. അങ്ങനെയുള്ള ചില കഷ്ടപ്പാടുകളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോൾ നടന്നു കിട്ടും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ഇവിടെ ഈ ഒരു തൊടുകുറി ഫലമായിട്ട് കാണുന്നത് വെറും 12 ദിവസം മുതൽ അതിനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 12 ദിവസം മുതൽ 20 ദിവസത്തിനുള്ളിൽ നടത്തിയെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതായത് ഒരുപക്ഷെ അത് നടന്നു കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ആ വിഷമങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കേണ്ട. വീണ്ടും 2 മാസത്തിനുള്ളിൽ ഒരു അവസരം കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ അതിനും പറ്റിയില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ 2-3 അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ്. ഇത് ഇവിടെ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതായത് ഒന്നിലധികം അവസരങ്ങൾ നിങ്ങൾക്ക് ഇടപെട്ട് വരും എന്നത് തന്നെയാണ് തൊടുകുറിയിൽ കാണുന്നത്. ആ ഒരു അവസരങ്ങൾ നിങ്ങൾ വേണ്ട വിധം വിനിയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ്. സ്വർണ്ണ നാണയം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ഫലം പറയുവാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ തൊടുകുറി 2 നാണയങ്ങളിൽ ഓരോന്നും തിരഞ്ഞെടുത്ത ആളുകൾക്ക് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പരമാവധി വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, അപ്പോൾ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.